കൊള്ളാല്ലേ, നല്ല പോസ്റ്റർ അല്ലേ? എനിക്ക് കണ്ടപ്പം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു പ്രശ്നം. ഗേൾസ്. ആ പോസ്റ്ററിന്റെ ഉള്ളില് ഗേൾസ് എന്നൊരു കുഞ്ഞ വേർഡ് കാരണം കമന്റ് ബോക്സ് മെജോറിറ്റി അങ്ങോട്ട് ഡിപ്രഷനിലായി. ഈ വാഴ 1ഉം 2 ഇറങ്ങിയപ്പം അത് കൂടുതലും ബോയ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത സ്റ്റോറിയാന്ന് പറഞ്ഞ് ഇവിടെ ഏതെങ്കിലും പെമ്പിള്ളേരെ ഡിപ്രഷനിൽ പോയായിരുന്നു. എന്താണ് നിനക്കൊന്നും വയ്യേ? കമന്റ് ബോക്സ് കണ്ടപ്പോൾ ഞാൻ ഇടയ്ക്ക് ഏത് യൂണിവേഴ്സിലും ഇവന്മാർക്ക് ജീവിക്കുന്നത്? കമന്റ് ഇട്ടിരിക്കുന്നത് ഇവളുമാർക്കൊക്കെ എന്തോ ഇത്ര പറയാനുള്ള കഥ? ഇവളുമാർക്ക് വല്ല കഥയുണ്ടോ? കുറെ പീരീഡ്സിന്റെയും പ്രസവവേദനയുടെയും കാര്യമല്ലാതെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ? ബ്രോ, ഇത് സിമ്പിൾ ആണെന്ന് വിചാരം. അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു നോക്കിട്ടോ. അമ്മ ഈ പീരീഡ്സും പ്രസവവേദനയൊക്കെ സിമ്പിൾ ഉള്ള കാര്യമല്ലേ? അമ്മയ്ക്കൊക്കെ വല്ല കഥയുണ്ടോ ജീവിതത്തിൽ? അമ്മയ്ക്ക് എന്തിനാ ജീവിക്കുന്നത്? ചോദിച്ചോ തന്നെ ചള്ളടിച്ചാലും കിട്ടും. അപ്പൊ നിന്റെ ഈ സംശയം ഇങ്ങോട്ട് മാറും. മിനിമം കോമൺ സെൻസ്, ഈ തലയ്ക്കകത്തുള്ള സാധനം ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാനുള്ളതാണ്. അത് ഉപയോഗിക്കാതെ റീസെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. കുറച്ചെങ്കിലും ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിന് സൈഡ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് കഥയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എനിക്ക് ഒരു സമാധാനം തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ താഴെ പോയിട്ട് കുറെ ആമ്പിള്ളേരും ചോദിച്ചിട്ടുണ്ട്, എടാ നിനക്കൊന്നും വയ്യേ, നീ ഏത് കാലത്ത് ജീവിക്കുന്നത്? കുറെ പേര് ബോധത്തോടെ സംസാരിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം വരുന്നു കേട്ടോ. എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെ വെളിവും ബോധം ഇല്ലാതിരിക്കുന്നുണ്ട്. ഈ വെളിവില്ലായ്മ അവർക്ക് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ കമന്റ് ഇട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? അതെനിക്ക് മനസ്സിലാവാത്ത. ഈ വാഴ മൂവിനെ എടുക്കുവാനുള്ളത് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിലും അവർക്കുണ്ട് ഗേൾസിന് ഒരുപാട് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ അതൊന്നും പ്രത്യേകിച്ച് സ്റ്റോറി ഇല്ലാതെ വെറുതെ രസത്തിന് കൊണ്ടിട്ടതാണോ? അല്ല, ആ ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അല്ലാതെ ഒരുമാതിരി കഥയില്ലാത്ത ജീവിതം എന്നൊക്കെ പറയാൻ മാത്രം എന്തുവാണ് ഇത്? ഇനി കമന്റ് ഇട്ടവർ വേറെ ആരോടും അല്ല കേട്ടോ, ഓക്കെ? വേറെ ആരും ഞാൻ പറയുന്നില്ല. ഈ കമന്റ് ഇട്ടവരോടും ആ കമന്റിനൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തവരോടും ആ കമന്റ് താഴെ ഒന്ന് സപ്പോർട്ടിങ് കമന്റ് ഇട്ടവന്മാരും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് അല്ലെ നിങ്ങളുടെ പെങ്ങന്മാരുടെ അടുത്ത്, മാരീഡ് ആണെങ്കിൽ ഭാര്യയുടെ അടുത്ത്, മക്കളുണ്ടെങ്കിൽ മക്കളുടെ അടുത്ത്, ഈ ഗേൾസ് ഫ്രണ്ട്സ് ഉള്ളവരാണെങ്കിൽ അവരുടെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്ക്, നിനക്കൊക്കെ ജീവിതത്തിൽ വല്ല കഥയുണ്ടോ? ഈ പീരീഡ്സും പ്രസവവേദനയ്ക്ക് അപ്പുറം നിനക്കൊക്കെ വല്ലതും ഉണ്ടോ ജീവിതത്തിൽ? ഒന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് അതിൻ്റെ ഒരു ഇന്റൻസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന റിപ്ലൈ, എന്തായാലും കിട്ടുന്ന റിപ്ലൈ കൊണ്ട് നീ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആവും. അതിപ്പോൾ തല്ലായിട്ടാണെങ്കിലും വാക്കുകളായിട്ടാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും നിങ്ങളുടെ ആ സംശയം അങ്ങ് ക്ലീൻ ആയി കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ആ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്ക്, റിപ്ലൈ കിട്ടുമോ ഇല്ലെന്ന് അപ്പം അറിയാം. അപ്പം അത്രേ ഉള്ളൂ. ബൈ.